ആശാനെ പറ്റി പറയാൻ നീ ഒന്നും മറന്നിട്ടില്ലടാ. ആശാനോ? എന്തോന്ന് ആശാൻ? ആരുടെ ആശാൻ? എവിടുത്തെ ആശാൻ? ഇത് നീ അന്ന് പറയായിരുന്നോടാ ആശാൻ ഉയരോടെ ഇരിക്കുമ്പോ? അന്നും പറയും, ഇന്നും പറയും, ഇനിയും പറയും. നീ പറയുമല്ലടാ. ഒരു കണക്കിന് അയാൾക്ക് ആ പേര് തന്നെ ചേരുന്നേ, വെട്ടുകാടൻ. ചില്ലറ വെട്ടും കുത്തും കൊണ്ടിട്ടാണ് ചത്തത്. എന്താ പിടിക്കാത്ത? വേണ്ടല്ലേ? അടിക്കണേ. ഭരതൻ വെട്ടുവെച്ചോടിപ്പോയ മകൻ ഭരതനാണ് ഈ പറയുന്നത്. വെട്ടുകാടൻ മരിച്ചിട്ടില്ല, മരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോഴീ തെരുവ് വെട്ടുകാടന്റെ ആണ്. അല്ലാതെ തെളിയിക്കാവോ? തെളിയിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരിയാ, വെട്ടുകാടൻ മരിച്ചിട്ടില്ല. ഇതേ നടന്നു പോകുന്നു 28 വയസ്സുള്ള വെട്ടുകാടൻ. മിടുക്കൻ. ഇനി ഈ കോളനിയുടെ ദാദ
ദോഷം തന്നെയാണ്. ഭരതാ, എനിക്ക് ഈ കോളനി അറിയാം. നിന്റെ അപ്പൻ വെട്ടുകാടനെ. അയാളെ കൊന്നത് രാഘവനും വേലായുധനും കൃഷ്ണനും വാസുവുമാണെന്നും അറിയാം. പക്ഷെ ആരും സാക്ഷി പറയുന്നില്ല, പറയേമില്ല. അതാ ഈ കോളനി. സത്യവും നീതിയും എന്നതിനേക്കാൾ അവര് വില കൽപ്പിക്കുന്നത് കാലാകാലത്ത് വരുന്ന ദാതാമാരെയാ. അഥവാ ഞാനെന്തെങ്കിലും മുൻകൈയെടുത്തെന്ന് വെക്ക, നിനക്കറിയാമല്ലോ, എനിക്കൊരു കുടുംബമുള്ളതാ. ആ വാസുവിന്റെ 2 കാലും പോയെന്നാ കേട്ടത്. ഇനി ഒന്നിനും കൊള്ളില്ല, ഇഴഞ്ഞു നടക്കാനേ ആവൂ. അല്ല, അവനത് അർഹിക്കുന്നു, ശരിയാ. പക്ഷേ കൊല്ലും കൊലയും നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. വെട്ടുകാടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്തത് അച്ഛനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാ അടി നടക്കുന്നുണ്ടെന്ന് ആളുമെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇടപെടാത്ത, കേസെടുക്കാത്ത. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ചാത്തൻ കോളനി നിന്നെ 2 കൈയും നീട്ടി ദത്തെടുക്കും, ദാതയായിട്ട്. പക്ഷേ ജീവിക്കാൻ നിനക്ക് പറ്റുകയില്ല. നിന്റെ മനസ്സ് അങ്ങനാ. നീ പോയിട്ട് എല്ലാം മറന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ആര് പറഞ്ഞത് ഇതിനകത്ത് കിടക്കാൻ? നശിപ്പ്! അപ്പൻ ചത്തു കഴിഞ്ഞപ്പോ കേറി വന്നിരിക്കുന്നു. എന്നത്തിനാ? ഭാഗം പറ്റാനോ? അയാള് നിന്റെ പേരിൽ ഈ വീടും പറമ്പും എഴുതി വെച്ചെങ്കിലേ അതെന്റെ കയ്യിൽ എടുക്കാന്ന് നീ കരുതണ്ട. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ ചേട്ടന്റെ മനസ്സ് മടുപ്പിക്കാൻ. അയ്യടാ, ഇവൻ എപ്പോഴാണ് നിന്റെ ചേട്ടനായത്? മിണ്ടി പോര്, ആഴ്ച കാണാൻ പൊട്ടിക്കും. ഇപ്പൊ എന്നത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവന്മാര് കുത്തിക്കൊല്ലുന്നതിന് മുൻപ് ഈ ശകുനത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് അങ്ങനെ പടിയിറങ്ങിയത്. അപ്പോഴും ഞാൻ കരുതി, ഇതിന് നിങ്ങളുടെ ഔദാര്യം വേണ്ട. വേണോ? നിങ്ങളുടെ സ്വത്തും സ്വർണ്ണം ഒന്നും വേണ്ട എനിക്ക്. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ചിതയിലേക്ക് എടുക്കും മുമ്പ് വരാൻ കഴിഞ്ഞില്ല. പിന്നെയും വന്നു ഇവളെ കാണാൻ. ഇപ്പൊ കണ്ടല്ലോ, ഇനി കണ്ടേക്കരുത്. ഇറങ്ങിപ്പോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. 2 ദിവസമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അതാണ് ഞാനും പറയുന്നത്. ഇത്രയും നടന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? ഇനി ആ ശാരദ കൊച്ചിനെങ്ങാനും അവന്മാര് കാര്യം പറഞ്ഞ മോൻ തലേ കയറരുത്. നിന്നെ പോലെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ ആ വേലായുധനും രാഘവനും എല്ലാം ഈ ചാത്തൻ കോളനി എന്നുള്ളത് ചാത്തൻ കുളവാക്കും. ഇന്നലെ തൊട്ട് ചന്തയിൽ പിരിവും തുടങ്ങി അവന്മാര്. നീ എവിടെയും പോകണ്ട മോനെ. ഒന്നുമില്ലേ, അച്ഛനെ പോലൊരു മോനെ കാണാമല്ലോ. നിനക്കറിയൂ, ഇതുപോലെ ആയിരുന്നു നിന്റെ അച്ഛനും. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് ഇവിടെ പിടിച്ചു നിർത്തി. പിന്നെ അങ്ങോട്ടൊരു കയറ്റായിരുന്നു. നീ എങ്ങോട്ടും പോണ്ട മോനെ. എങ്ങനെ ജീവിക്കുമെന്നാവും നീ പോലും അറിയാതെ അത് നടന്നോളും. നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ചെറിയമ്മയുടെ കൂടെ ഇനി താമസിക്കാന്ന് വെച്ചാ? അല്ല, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. അതിന് നമ്മളെ വാസുപിള്ളയുടെ വീടില്ലേ? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ഭരതൻ പോകുന്നില്ല.